ഹലോ സ്റ്റുഡൻസ്. അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇൻട്രൊഡക്ഷൻ ടു സോഷ്യോളജിയുടെ 6ാം പാഠമായിട്ടുള്ള ഇൻഡിവിജ്വൽ ആൻഡ് സൊസൈറ്റി എന്നുള്ള പാഠത്തെക്കുറിച്ചിട്ടാണ്. അപ്പോൾ ഈ പാഠം പഠിക്കുന്നതോട് കൂടിയിട്ട് നമ്മൾക്ക് മനസ്സിലാകുന്ന ഒരുപാട് കാര്യങ്ങളൊക്കെ അതിൻ്റെ തുടക്കത്തിൽ പറയുന്നുണ്ട്. ഇൻട്രൊഡക്ഷന്, വാട്ട് ഈസ് ഇൻഡിവിജ്വൽ ആൻഡ് സൊസൈറ്റി, പിന്നെ അങ്ങനെ ഓരോ കാര്യങ്ങളാണ് ഈ പാഠത്തിൽ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഇൻട്രൊഡക്ഷൻ എന്നുള്ള ഭാഗത്ത് പറയണത് എന്താ വെച്ചാൽ എല്ലാ ഇൻഡിവിജ്വലും എന്താണ് ഒരു യുണീക്കായിട്ടുള്ള ഇതേക്കാരം. എല്ലാവർക്കും ഒരു യുണീക്കായിട്ടുള്ള സ്വഭാവക്കാരം ഉണ്ടാവുക. ബയോളജിക്കലി അവർ ജനിക്കുന്ന സമയത്ത് എല്ലാ ന്യൂ ബോൺസും എന്തേക്കാരം അവർ ഒരു സിവിലൈസേഷൻ ലൈഫിനൊന്നും എന്താവില്ല, പ്രിപ്പയർഡ് ആയിട്ടുണ്ടാവില്ല. അതേപോലെ തന്നെ അവർ ഈ കോപ്പറേറ്റീവ് ബർത്ത്, അവർ ഈ ജനനത്തിനോടും ഈ മറ്റുള്ള കാര്യങ്ങളോടൊന്നും ഉണ്ടാവില്ല, അവർക്ക് അതിനുള്ള കഴിവൊന്നും ഉണ്ടാവില്ല. അവർ അൺസോഷ്യലൈസ്ഡ് ആയിക്കാരം. പിന്നെ അതേപോലെ തന്നെ ഇമ്മച്വർ ആയിക്കാരം എന്നുള്ളതൊക്കെയാണ് ഇൻട്രൊഡക്ഷനിൽ പറയുന്നത്. അതുപോലെ തന്നെ ഈ സൊസൈറ്റി എന്നുള്ള എന്താക്കുന്നുണ്ട്, ഒരു ന്യൂ ബോൺ ബേബിയെ അല്ലെങ്കിൽ ഒരു ശിശുവിനെ അതിൻ്റെ പൂർണ്ണതയിലെത്തിക്കാൻ ഒരുപാട് സെൻട്രൽ റോൾ തന്നെ ആര് വഹിക്കുന്നുണ്ട്, സൊസൈറ്റി എന്നുള്ള വഹിക്കുന്നുണ്ട്. അതേപോലെ തന്നെ സോഷ്യലൈസേഷൻ എന്നത് ഇൻഡിവിജ്വലിൻ്റെയും സൊസൈറ്റിൻ്റെ ഇടയിലുള്ള ഒരു പാലാണ്. ഇതെന്താണ്, അവരുടെ ബിഹേവിയറും അവരുടെ റൂൾസും അവരുടെ റെസ്പോൺസിബിലിറ്റീസും അവരുടെ എല്ലാ കാര്യങ്ങളിലും അതൊന്ന് നല്ല രീതിയിൽ ഷേപ്പ് ചെയ്തെടുക്കുന്നത് അതാണ്, ഈ സോഷ്യലൈസേഷനാണ്. ഇനി അടുത്തത് വാട്ട് ഈസ് ഇൻഡിവിജ്വൽ എന്നുള്ളതാണ്. ഇൻഡിവിജ്വൽ എന്നുള്ളത് എന്താ വെച്ചാൽ ഒരു ലാറ്റിൻ വേർഡാണ്. അത് അർത്ഥമാക്കുന്നത് എന്താണ്, ഇൻഡിവിസിബിൾ, അല്ലെങ്കിൽ ഒരു സിംഗിൾ യൂണിറ്റ് എന്നുള്ള വേർഡൊക്കെയാണ് ഈ ഇൻഡിവിജ്വൽ എന്നുള്ള അർത്ഥമാക്കുന്നത്. പിന്നെ ഈ ഓൾഡ് മോങ്സ്, അതായത് ഈ പുരോഹിതന്മാരൊക്കെ ഈ ഇൻഡിവിജ്വൽ എന്ന് പറഞ്ഞാൽ അത് ഒരു നമ്മുടെ സോളിനോടുള്ള ഒരു ഐഡിയ ആണ്. അത് സോളിനായിട്ടുള്ള കണക്ട് ചെയ്തിട്ടുള്ള സാധനമാണ്, ഒരു ഐഡിയ ആണെന്നുള്ള നിലക്കായിരുന്നു ഈ പുരോഹിതന്മാരൊക്കെ പറഞ്ഞത്. പിന്നെ അതിങ്ങനെ പ്രോഗ്രസ് ചെയ്ത് ഇപ്പം ഇൻഡിവിജ്വാലിറ്റിയാണ് എന്താണ്, ഓരോ പേഴ്സണായിട്ടും അവരുടെ ഇഷ്ടങ്ങളും അവരുടെ ഹാപ്പിനെസ്സും അവരുടെ ചോയ്സുകളും അവരുടെ ലൈക്കും ഡിസ്ലൈക്സും അതിനോടൊക്കെ ബന്ധപ്പെട്ടിട്ട് ഓരോ ഇൻഡിവിജ്വൽ അവർ തീരുമാനിക്കുന്ന കാര്യങ്ങൾ, അവരുടെ ബൗണ്ടറീസ്, ഈ സംഭവങ്ങളൊക്കെയാണ് ഇപ്പം നിലവിൽ ഈ ആധുനിക കാലത്ത് ഇൻഡിവിജ്വൽ എന്നുള്ളതിനെ കൊണ്ട് അർത്ഥമാക്കുന്നത്. അവർക്ക് അത് ചെയ്യാനുള്ള, അവരുടെ ഇഷ്ടങ്ങൾ ചെയ്യാൻ, അവരുടെ ആഗ്രഹങ്ങൾ ചെയ്യാനുള്ള അവരുടെ ഒരു ഇൻഡിപെൻഡൻസ്, അവരുടെ സ്വാതന്ത്ര്യത്തിനാണ് എന്തെന്ന് പറയുന്നത്, ഇൻഡിവിജ്വൽ എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് ഇൻഡിവിജ്വൽ ആൻഡ് സൊസൈറ്റി എന്നുള്ളത്. ഈ ഇൻഡിവിജ്വലും സൊസൈറ്റിയും എന്താണ്, വളരെ ക്ലോസ് ആയിട്ട് ബന്ധപ്പെട്ട ഒരു സംഭവമാണ്. ഈ സൊസൈറ്റി എന്ത് തീരുമാനിക്കുന്നു, ഓരോ ഇൻഡിവിജ്വലും എങ്ങനെ സംസാരിക്കണം, എങ്ങനെ ഭക്ഷിക്കണം, എങ്ങനെ നടക്കണം, അല്ലെങ്കിൽ പബ്ലിക്കിലായിട്ട് എങ്ങനെ ബിഹേവ് ചെയ്യണം എന്നുള്ളതിൻ്റെയൊക്കെ ഒരു ചട്ടക്കൂട് എന്താക്കുന്നുണ്ട്, സൊസൈറ്റി തീരുമാനിക്കുന്നുണ്ട്. പിന്നെ എല്ലാ സൊസൈറ്റിയും എന്താണ്, അതിനനുസരിച്ചുള്ള ഓരോ സൊസൈറ്റിക്കും ഓരോ ട്രഡീഷൻ ഉണ്ടാകും, ഓരോ ശരികളും തെറ്റുകളും ഉണ്ടാകും. അപ്പോൾ ഈ സംഭവങ്ങളൊക്കെ എന്തായിരിക്കണം, ഓരോ ഇൻഡിവിജ്വലും മസ്റ്റായിട്ടും ആ ഒരു സംഭവങ്ങളൊക്കെ പൂർത്തീകരിക്കണം, അതൊക്കെ ചെയ്ത് പൂർത്തീകരിക്കണം. പിന്നെ അതേപോലെ തന്നെ ഈ ഓരോ ഇൻഡിവിജ്വലിൻ്റെയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ഈ ഒരു അവരുടെ രാജ്യത്ത് നല്ലൊരു സമാധാനം ലഭിക്കാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ, ഈ കാര്യങ്ങളോടൊക്കെ കോപ്പറേറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ഈ എല്ലാ റൂൾസിനെയും റെസ്പെക്റ്റ് ചെയ്യുക എന്നുള്ളതൊക്കെ എല്ലാ ഇൻഡിവിജ്വലിൻ്റെ മേലും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതേപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു ഹ്യൂമൻ ഈസ് എ സോഷ്യൽ എനിമൽ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ എല്ലാ മനുഷ്യന്മാരും എന്താണ്, ഒരു സോഷ്യൽ എനിമലാണ്. അപ്പോൾ അവർക്ക് എന്താണ്, അവരുടെ ഈ ഒരു എക്സിസ്റ്റൻസ് നിലനിർത്തണം എന്നുണ്ടെങ്കിൽ എന്താണ്, ഈ സൊസൈറ്റിയായിട്ടുള്ള ഇൻറ്ററാക്ഷൻ എന്താണ്, അവരുടെ ഡെയിലി നീഡ്സിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. അവർക്ക് ഇൻറ്ററാക്ഷൻ ചെയ്തിട്ടില്ലെങ്കിൽ എന്താകും, അവർക്ക് ഈ ലോകത്ത് മുന്നോട്ട് പോകാൻ കഴിയില്ല. ബാക്കിയുള്ള ആൾക്കാരോട് സംസാരിച്ച് ഇൻറ്ററാക്ട് ചെയ്ത് തന്നെ മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. ഇനി അടുത്തതായി പറയാനുള്ളത് തിയറീസിനെ കുറിച്ചിട്ടാണ്. അപ്പം ഫസ്റ്റായിട്ട് വൈ സോഷ്യലൈസേഷൻ ഈസ് റിക്വയർഡ് എന്നുള്ള ആ ഭാഗമാണ് പറയാനുള്ളത്. അപ്പോൾ സോഷ്യലൈസേഷൻ എന്താണ്, എല്ലാ ഇൻഡിവിജ്വലിനും എന്താകുന്നു, ഈ കൾച്ചറും അതുപോലെ തന്നെ അവർ മസ്റ്റായിട്ട് നേടിയെടുക്കേണ്ട കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ എന്താകുന്നുണ്ട്, പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ എന്താകുന്നുണ്ട്,
ഈ ഇൻഡിവിജ്വൽസിനെ എന്ത് പഠിപ്പിക്കുന്നുണ്ട്? നാടോടികൾ വഴികളും അതുപോലെ തന്നെ ട്രഡീഷൻസ്, സ്കിൽസ്, കൾച്ചറൽ പാറ്റേൺസ് അതുപോലെ മറ്റ് കാര്യങ്ങളൊക്കെ എന്താകുന്നുണ്ട്, ഈ സോഷ്യലൈസേഷൻ ഓരോ ഇൻഡിവിജ്വൽസിനും പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ ഈ സോഷ്യലൈസേഷൻസ് ഒബ്ജക്റ്റീവ് എന്നുള്ള ഭാഗമാണ്. സോഷ്യലൈസേഷൻ ഒബ്ജക്റ്റീവ് എന്നുള്ളടത്ത് പറയുന്നത് എന്താ വെച്ചാൽ, ഈ സോഷ്യലൈസേഷൻ എന്താകും, ഓരോ ഇൻഡിവിജ്വലിനെ എന്താകും അവരുടെ ഈഗോ എറേസ് ചെയ്യാനും അവരെ ഡെവലപ്പ് ചെയ്യാനൊക്കെ എന്താകും, സഹായിക്കും. പിന്നെ അതെന്താകും, അതുപോലെ തന്നെ ഇതെന്താകും, ഓരോ പേഴ്സണും അവരുടെ സോഷ്യൽ ലൈഫും പിന്നെ അതേപോലെ തന്നെ അവരുടെ ജീവിതത്തെക്കുറിച്ചുള്ള ഒരു അവബോധം നൽകും. പിന്നെ അതേപോലെ തന്നെ ഈ നമ്മൾ ഇതിലുള്ള റിവാർഡ്സ് നൽകുക, അപ്പോൾ എന്തെങ്കിലും നന്മകൾ ചെയ്താൽ അതിന് പ്രോത്സാഹനം നൽകുന്നതിലൂടെ, തിന്മകൾ നൽകിയാൽ പണിഷ്മെൻറ്റ് നൽകുന്നതേ എന്താകും, ഈ ഇവിടെ ഒരു ബേസിക് ആയിട്ടുള്ള ഡിസിപ്ലിൻ നിലനിർത്താൻ കഴിയും. അതുപോലെ തന്നെ ഓരോരുത്തർക്കും ഒരു സെൽഫ് കൺട്രോൾ ചെയ്യാനും കാര്യങ്ങളൊക്കെ എന്തുകൊണ്ട് അതിനാൽ സാധിക്കുന്നതാണ്. ഇനി അടുത്താണ് സോഷ്യൽ കോൺട്രാക്ട് തിയറി. ഈ സോഷ്യൽ കോൺട്രാക്ട് തിയറി പറഞ്ഞാൽ എന്താണ്, ഒരു ഹൈപ്പോത്തറ്റിക്കൽ അഗ്രിമെൻ്റാണ്. അതായത് ഒരു സാങ്കല്പികമായിട്ടുള്ളൊരു ഒരു അഗ്രിമെൻ്റാണ്. ഇത് 17-18 സെഞ്ചുറിയിലാണ് തുടങ്ങുന്നത്. ഇംഗ്ലീഷ് ഫിലോസഫറായിട്ടുള്ള ജോൺ ലോക്ക്, അതുപോലെ തന്നെ തോമസ് ഹബ്ബസ് തുടങ്ങിയ ആളുകളാണ് ഇതിൻ്റെ ഇതാക്കുന്നത്. പിന്നെ തുടക്കക്കാർ. പിന്നെ ഹോബസ് തിയറി പറഞ്ഞിട്ട് ഇവിടെ പറയുന്നുണ്ട്, നാല് കാര്യങ്ങൾ പറയുന്നുണ്ട്. പിന്നെ അതിന് ശേഷം ഓർഗാനിസ്മിക് തിയറി എന്നുള്ളതാണ്. അപ്പോൾ ഇതിലെന്താണ്, ഈ ഓരോ പ്ലാറ്റോ എന്താണ് ഒരു സൊസൈറ്റിയെയും അതുപോലെ തന്നെ ഒരു സ്റ്റേറ്റിനെയും ഒരു ഉന്നതമായിട്ടുള്ള ഒരു മനുഷ്യനുമായിട്ടാണ് എന്താക്കുന്നത്, താരതമ്യം ചെയ്യുന്നത്. പിന്നെ അതേപോലെ തന്നെ ഈ ഈ മനുഷ്യൻ്റെ ഹ്യൂമൻ പവറിനെ മൂന്നെണ്ണമാക്കി തിരിക്കുന്നുണ്ട്. വിസ്ഡം, കവറേജ്, ഡിസയർ എന്ന് പറഞ്ഞിട്ട്. അതുപോലെ തന്നെ ഈ സൊസൈറ്റിയെ മൂന്നെണ്ണമാക്കിയിട്ട് തരം തിരിക്കുന്നുണ്ട്. റൂളേഴ്സ്, വാരിയേഴ്സ്, ആർട്ടിസൻസ് എന്ന് പറഞ്ഞിട്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു ബ്രൺസ്റ്റിച്ചിൽ എന്ന് പറയുന്ന ആളെ ഇതിൽ, ദി സ്റ്റേറ്റ് ഹാസ് എ മെയിൽ ക്യാരക്ടർ. സ്റ്റേറ്റിന് എന്താക്കും എല്ലാ സമയത്തും ഒരു പുരുഷന്മാരുടെ സ്വഭാവം, അതുപോലെ തന്നെ ഓരോ സഭകൾക്ക് എന്താക്കാം ഒരു സ്ത്രീകളുടെ സ്വഭാവമായിരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ അടുത്തത് ഏർലി സ്റ്റേജ് ഓഫ് ഡെവലപ്മെൻറ്റ് ഓഫ് ആൻ ഇൻഫാൻറ്റ്. ഒരു ശിശുവിൻ്റെ ആദ്യകാലത്തെ ഡെവലപ്മെൻറ്റിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പം ഫസ്റ്റ് 5 വർഷം എന്താണ്, അവരുടെ ബ്രെയിന്, സെറബ്രം അവർ എന്താകുന്ന വളർത്തുന്ന സമയമാണ്. പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ്, ഈ ഏർലി ഡെവലപ്മെൻറ്റ് ഇമ്പാക്റ്റ് എന്താണ്, അവരുടെ ബിഹേവിയറും അവരുടെ സോഷ്യൽ സ്കില്ലും അവരുടെ ഇമോഷണൽ കപ്പാസിറ്റിയൊക്കെ എന്താകും, വർദ്ധിക്കും. അതുപോലെ തന്നെ എന്താകും, ഒരു റിലേഷൻഷിപ്പ് രൂപീകരിക്കാനുള്ള ഒരു കഴിവ് അവർക്ക് നൽകുമ്പോൾ തന്നെ അതേപോലെ ഒരു സ്കൂൾ സ്റ്റാറ്റസും അവരുടെ അച്ചീവ്മെൻറ്റ്സ് ലെവലൊക്കെ എന്താകും, ഉയരും എന്നുള്ളതാണ്. പിന്നെ അതിൻ്റെ അടിയിൽ ഒരു ഇമേജ് കാണാം. അതിലിങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട്. 7 വീക്ക് ആകുമ്പോൾ പിന്നെ ഫസ്റ്റ് ട്രിമിസ്റ്റർ, സെക്കൻഡ് ട്രിമിസ്റ്റർ, തേർഡ് ട്രിമിസ്റ്റർ എന്നുള്ള ആ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇനി അടുത്താണ് ടൈപ്സ് ഓഫ് ഡെവലപ്മെൻറ്റ് എന്നുള്ളത്. ടൈപ്സ് ഓഫ് ഡെവലപ്മെൻറ്റിൽ പറയുന്നത് എന്താ വെച്ചാൽ, എല്ലാ ന്യൂ ബോൺ ബേബികളും എന്താകും, അവർ ഒരു ഐസൊലേറ്റഡ് ആയിരിക്കണം. അത് പിന്നെ അവരുടെ ഡെവലപ്മെൻറ്റ് 3 വിഭാഗമായിട്ടാണ്, 3 തരത്തിലാണ് മെയിനായിട്ട് ഉണ്ടാവും. ഒന്ന് മെൻ്റലി, ലാംഗ്വേജ്, ഫിസിക്കലി. ഈ ഫിസിക്കൽ എന്താവും, ഫൈൻ കോർഡിനേറ്റഡ് ഉണ്ടാവും. അതായത് ഇപ്പം നമ്മൾ ഒരു സ്പൂണ് പിടിക്കാൻ കഴിയുക, അതുപോലുള്ള സംഭവങ്ങൾ. പിന്നെ അതേപോലെ തന്നെ ഗ്രോസ് കോർഡിനേറ്റഡ് മൂവ്മെൻറ്റ്സ് ഉണ്ടാവും. അതായത് ഹെഡ് കൺട്രോൾ, പിന്നെ അതേപോലെ സിറ്റിങ്, സ്ട്രോളിങ്, ഇതേപോലെ സംഭവങ്ങളെ കാര്യം. പിന്നെ അടുത്ത കാര്യമാണ് സോഷ്യലായിട്ടുള്ള അവരുടെ ഡെവലപ്മെൻറ്റ്. ഇനി ആദ്യമായിട്ട് നമുക്ക് എന്താണ് ഫിസിക്കലായിട്ടുള്ള കാര്യത്തെക്കുറിച്ച് പറയുള്ളത്. അപ്പോൾ ഫിസിക്കൽ പറയുമ്പോൾ എന്താകും, ഓരോ ന്യൂ ബോൺ ബേബിയും എന്താകും, അതുപോലെ എല്ലാ കുട്ടികളുടെയും എന്താകുന്നത്, ഡെവലപ്മെൻറ്റ് ആരംഭിക്കുന്നത് ഇവിടെ നിന്നാണ്, തലയിൽ നിന്നാണ്. പിന്നെ അത് എന്താണ് ബോഡിയുടെ എല്ലാ പാർട്ടിലേക്കും എന്താകുന്നു, പ്രോഗ്രസ് ചെയ്യുക. അപ്പോൾ ആദ്യമായിട്ട് ഒരു ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ എന്താകും, ഈ ഇഴയാൻ തുടങ്ങും, അതിൻ്റെ ശേഷം ഇരിക്കാൻ തുടങ്ങും, അങ്ങനെ ഓരോ സംഭവങ്ങളാണ് ഉണ്ടാവുക. പിന്നെ ഇനി അടുത്ത ഇൻഫാൻറ്റ് 2 മന്ത്, അതായത് ശിശുവിൽ നിന്ന് 2 മാസം വരെ എന്താവും, അവർക്ക് എന്താവും തല അനക്കാൻ കഴിയും. പിന്നെ അതേപോലെ തന്നെ എന്താവും, അവരുടെ നെക്കൊന്നും സപ്പോർട്ടാവില്ല, അങ്ങനെ ഒരു ഇരിക്കുന്ന സമയത്ത് അങ്ങനെ. പിന്നെ അതിൻ്റെ ശേഷം ക്രൂഡ് റിഫ്ലക്സസ് ഇൻക്ലൂഡ് പറഞ്ഞിട്ട് ഓരോ കാര്യങ്ങളുണ്ട്. അതായത് ഓരോ ഇതിൽ എന്താവും, ഒരു ശിശുവിന് എന്താവും കൈ പിടിക്കാൻ കഴിയും. പിന്നെ അവരുടെ തള്ളവിരൽ വെച്ചെടുത്താൽ അവർക്ക് പിടിക്കാൻ കഴിയും എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതേപോലെ തന്നെ എന്താക്കാൻ കഴിയും, അവരുടെ കാലുകൾ അനക്കാൻ കഴിയും. ആ രീതിയിൽ ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട്. പിന്നെ അതേപോലെ എന്താണ് ഈ ഉയർന്ന ശബ്ദങ്ങൾ കേൾക്കാൻ, അത് തിരിച്ചറിയാനുള്ള കഴിവൊക്കെ ആർക്കുണ്ടാകും, ഈ ഇൻഫാൻസിന് ഉണ്ടാകും എന്നുള്ളതാണ്. ഇനി അടുത്ത 3 to 4 മന്തിൻ്റെ കാര്യങ്ങളാണ് പറയുന്നത്. അവർക്ക് എന്താവും, അവരുടെ ഐ മസിലും കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യാൻ കഴിയും. പിന്നെ അതേപോലെ തന്നെ അവരുടെ കൈകാലുകളൊക്കെ എന്താകും, ഒരു നിലനിൽപ്പ് വരും. പിന്നെ അതേപോലെ തന്നെ ഓരോ കാര്യങ്ങൾ കേൾക്കാൻ കഴിയും.
പിന്നെ അതേപോലെ തന്നെ അടിയിലേക്ക് എന്ത് ഫേസ് അടിയിലേക്ക് വെച്ച് എന്താ കിടക്കാനും, പിന്നെ അതേപോലെ തന്നെ അതുപോലെ ഓരോ കാര്യങ്ങൾ എന്താകും, അവരുടെ നെക്ക് മസിൽസ് എന്താകും, ഡെവലപ്പാകും. പിന്നെ അതന്നെ അവർക്ക് സ്വന്തമായിട്ട് ഇരിക്കാൻ കഴിയും, മറ്റൊരാളെ ഒരു അസിസ്റ്റൻസ് ഒന്നും കൂടാതെ കുറച്ച് സമയത്തേക്ക് ഇരിക്കാൻ കഴിയും. അങ്ങനെയൊക്കെയാണ്. പിന്നെ 6 to 9 മന്ത് ഇതെന്താകും, ഇവർ ഈ ഈ ഒരു സമയത്ത് അവരെന്താകും ഇഴയാൻ തുടങ്ങും. പിന്നെ അതേപോലെ തന്നെ എന്താകും, ഒരാളെ കൈ പിടിച്ചിട്ട് അവർക്ക് നടക്കാൻ കഴിയും. അങ്ങനെ ഓരോ കാര്യങ്ങളാണ് ഈ 6 to 9. പിന്നെ 9 മുതൽ ഒരു 1 വർഷം വരെ എന്താകും, അവർക്ക് ഒരാളെ ഒന്നും കൂടാതെ ഒന്ന് അഡാപ്റ്റ് ചെയ്യാൻ കഴിയും, അതായത് ഒറ്റയ്ക്ക് നിൽക്കാൻ കഴിയും എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് സെൻസറി എന്ന് പറയുന്നുണ്ട്. അത് അതിലെന്താ പറയുകയെന്ന് വെച്ചാൽ ഹിയർ എന്താകും, ഈ കേൾക്കുക എന്നുള്ളത് എന്താണ്, ജനിക്കുന്നതിന് മുമ്പ് തന്നെ കഴിയുന്ന ഒരു സംഭവമാണ് എന്ത്, കേൾക്കുക എന്നുള്ളത്. പിന്നെ അതേപോലെ തന്നെ അവർക്ക് എന്താ കഴിയും, ടേസ്റ്റ് ചെയ്യാനും സ്മെല്ല് ചെയ്യാനും. പിന്നെ മെച്യൂരിറ്റി വളരും ഈ ഒരു സമയം. പിന്നെ അതേപോലെ തന്നെ അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ടേസ്റ്റ് എന്താണ്, സ്വീറ്റാണ്. അങ്ങനെ ഓരോ കാര്യങ്ങളാണ് പറയുന്നത്. ഇനി അതിൻ്റെ സോഷ്യലൈസേഷൻ എന്നുള്ള ഭാഗമാണ് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. ആദ്യമായിട്ട് സോഷ്യലൈസേഷൻ എഡ്യൂക്കേഷനാണ് നമുക്ക്